കടമെടുപ്പ് പരിധിയിൽ സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ അവരുടെ നിലപാട് അറിയിക്കും. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 18 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 19,370 കോടി രൂപ കടമെടുക്കാനുള്ള അനുവാദമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ഈ മാസം 8-ന് നടന്ന ഉദ്യോഗസ്ഥതല ചർച്ച പരാജയപ്പെട്ടിരുന്നു. ആദ്യം കേസ് പിൻവലിക്കണം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് പറയുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഡൽഹി എങ്ങനെയാണ് രാധാകൃഷ്ണൻ? പൊതുവേ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ്? കേരളം ചുട്ടുപൊള്ളുകയാണ് കേട്ടോ. ഡൽഹി ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലോട്ടൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ചൂടിലേക്കുള്ള പ്രയാണമാണ്. ഹോളി വരാനായിട്ട് പോവുകയാണ്. അടുത്ത 25-ാം തീയതിയാണ് ഹോളി ആഘോഷങ്ങൾ ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കാൻ പോകുന്നത്. ഇപ്പം നല്ല കാലാവസ്ഥയാണ്. ഒരുപക്ഷെ വസന്തകാലത്തിലേക്കുള്ള പോക്കാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയാം. അതുകൊണ്ട് ചൂടും വലുതായിട്ടില്ല, തണുപ്പും അങ്ങനെ വലുതായിട്ടില്ല. അങ്ങനെയുള്ളൊരു നല്ല കാലാവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. പക്ഷേ ഈ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിഷയങ്ങളുണ്ട്. അല്പസമയം മുമ്പ് ഈ ഗ്രേറ്റർ നോയിഡയിൽ ഉണ്ടായൊരു തീപിടുത്തം, അങ്ങനെ പല മേഖലകളിലും അടുത്ത ദിവസങ്ങളിലായിട്ട് വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ട്. അത് ഈ കാലാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആണ്. വിവിധ മേഖലകളിൽ ഈ ഇങ്ങനെ തീപിടുത്തം വ്യാപകമായിട്ടുണ്ടാകുന്നു ഈ സമയത്ത് എന്നുള്ള ഒരു വലിയ വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അടക്കം എല്ലായിടങ്ങളിലും ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്നത്. സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടത് 18 ദിവസത്തോളമുണ്ട് ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ. ഏതാണ്ട് 19,730 കോടി രൂപയെങ്കിലും കടമെടുക്കാൻ അനുവദിച്ചാൽ മാത്രമേ കേരളത്തിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ കേന്ദ്രം പറഞ്ഞ ഒരു വിശദീകരണം, ഇപ്പോൾ കേരളം ചോദിക്കുന്നത് അവരുടെ അവകാശമല്ല, മറിച്ച് രക്ഷാ പാക്കേജാണ്, ബെയിൽ ഔട്ട് പാക്കേജാണ്. ഈ ബെയിൽ ഔട്ട് പാക്കേജ് ഇപ്പോൾ കേരളത്തിന് നൽകാനായിട്ട് സാധിക്കില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത്. അപ്പം സുപ്രീം കോടതി എടുത്ത ഒരു നിലപാട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് ആ സംസ്ഥാനം പറയുന്നത്. അതുകൊണ്ട് അവരെ സഹായിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കേസായിട്ട് ഇതിനെ പരിഗണിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊടുക്കുന്ന തുക അഥവാ അനുവദിക്കുന്ന തുക അടുത്ത തവണത്തെ വിഹിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിബന്ധനകളായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇനി കർശനമായിട്ടുള്ള നിബന്ധനകളായിട്ട് അടുത്ത വർഷത്തേക്ക് വയ്ക്കാം. അത് പരിഗണിച്ചെങ്കിലും ഈ തുക നൽകാനായിട്ട് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കാനായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെയും കെ വി വിശ്വനാഥിൻ്റെയും ബെഞ്ചാണ് ഈ കേസ് കേട്ടത്. ഇന്ന് രാവിലെ 10:30 ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ വേണം. അക്കാര്യത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം അറിയിക്കാമെന്നാണ് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, കേരളത്തെ പരിഗണിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെയുള്ള വിഭവങ്ങളോട് സമാനമല്ല കേരളത്തിൻ്റെ വിഭവം എന്നുള്ളതാണ്. കേരളത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് ഇവിടുത്തെ മനുഷ്യ വിഭവ ശേഷിയാണ്. പക്ഷേ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടുത്തെ കാർഷിക മേഖലയാണ്. കണക്ക് കൂട്ടുമ്പം ഇതിൻ്റെ താരതമ്യം എടുക്കുമ്പം കേരളത്തിൻ്റെ മനുഷ്യ വിഭവ ശേഷി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭാവനകൾ അത് വേണ്ട വിധത്തിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നില്ല. മറിച്ച് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാർഷിക മേഖല അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ കേരളത്തെക്കാൾ കൂടുതൽ ഫണ്ട് അത് ജില്ലാടിസ്ഥാനത്തിൽ പരിഗണിച്ചാൽ പോലും ആ സംസ്ഥാനങ്ങൾക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് മാത്രമല്ല, ദേശീയ ശരാശരിയുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1.6% മാത്രമാണ് കേരളത്തിൻ്റെ കടത്തിൻ്റെ പരിധി എന്നതടക്കമുള്ള വാദങ്ങളും കേരളത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിക്ക് മുമ്പിൽ എത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഈ നടപടി. കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്, ഇപ്പോൾ ഈ തുക അനുവദിക്കാനായിട്ട് കേന്ദ്രം തയ്യാറായാലും അതിൽ കേന്ദ്രം ശക്തമായിട്ടുള്ള വ്യവസ്ഥ വയ്ക്കും. ഇന്നലെ അത് സുപ്രീം കോടതി സമ്മതിക്കുകയും ചെയ്തിരുന്നു. അത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ 18 ദിവസം കടന്നുകൂടണമെങ്കിൽ പക്ഷേ ആ വ്യവസ്ഥ അംഗീകരിച്ചേ മതിയാകൂ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവുക. ഏതായാലും ഏപ്രിൽ 1-ന് ഏതാണ്ട് 5,000 കോടി രൂപ അനുവദിക്കാം എന്ന ഒരു നിലപാട് ഇതിനകം കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാധാകൃഷ്ണൻ.